അഫാൻ ഏറ്റവും അവസാനം കൊന്നത് അഫ്സാനെയാണ്. കുഴിമന്തി വാങ്ങാൻ വിട്ട് തിരിച്ചു വന്നപ്പോൾ വാതിൽപ്പടിയിൽ വെച്ച് അഫ്സാനോട് ഞാൻ ബാക്കിയുള്ളവരെ കൊന്നു എന്ന് പറയുകയാണ്. പറഞ്ഞതിന് ശേഷം നിലവിളിച്ച കുഞ്ഞിനെ അപ്പോൾ തന്നെ അടിച്ചു കൊല്ലുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അഫ്സാനോട് പകയായിരുന്നു, സ്നേഹമായിരുന്നു? അത് പറയാൻ പറ്റില്ല. കാരണം അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഈ അഫ്സാൻ എന്ന് പറയുന്ന 9ാം ക്ലാസ് വിദ്യാർത്ഥിയോടാണെന്നാണ് പറയപ്പെടുന്നത്. സ്വാഭാവികമായും ഇവരൊരു അന്തർമുഖനാണ്, അല്ലെ അന്തർമുഖത്തൊക്കെ പ്രകടിപ്പിക്കുന്നതാണ്. പുറത്തേക്ക് പോവുകയാണെങ്കിൽ അനുജനെ ബൈക്കിൽ വെച്ചുകൊണ്ട് പോകുന്നു, ഓട്ടോയിൽ പോവുകയാണെങ്കിൽ പോലും അനുജനോടൊപ്പം പോകുന്നു, ഇനി അതല്ലെങ്കിൽ ഉമ്മ ഷെമിയോടൊപ്പം പോകുന്നു. അപ്പോൾ ഇവരാകെ അവിടെയുള്ള ഒരു കൂട്ട്, ഒരു സൗഹൃദം എന്നൊക്കെ പറയുന്ന അനുജനും ഉമ്മയും ഒക്കെ മാത്രമാണ്. പക്ഷേ മറ്റ് ചില ആളുകളുമായിട്ട് ഇതിനിടയിൽ നിഗൂഢമായ ബന്ധമുണ്ട്. കാരണം പുറത്ത് അടുത്ത സുഹൃത്തുക്കളില്ലാത്ത, അയൽപ്പക്കക്കാരുമായി ബന്ധമില്ലാത്ത, ബന്ധുക്കളുമായി അടുത്തിടപഴകാത്ത അഫാൻ എല്ലാ ദിവസവും രാത്രിയിൽ ബൈക്കും എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവുകയും ഏറെ വൈകി തിരിച്ചു വരികയും ചെയ്യണമെങ്കിൽ മറ്റാരൊക്കെയോ ആളുകളുമായിട്ട് ഇവന് ബന്ധമുണ്ട്. അങ്ങനെ ബന്ധമുള്ള അഫാൻ പലരിൽ നിന്ന് പണം കടം ചോദിക്കുന്നു. അപ്പോൾ സ്വന്തം ബന്ധുക്കളിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്നും പണം കടം ചോദിക്കാൻ ഇവന് പറ്റുന്നില്ല. അപ്പോൾ ഉമ്മയും ഇവനും ചേർന്ന് 14 പേരിൽ നിന്ന് 65 ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നല്ലോ. അപ്പോൾ ഈ കടം വാങ്ങിയത് എന്തിനാണെന്ന് പോലീസിൻ്റെ അടുത്തുള്ള ചോദ്യത്തിന് ഇവൻ മറുപടി നൽകിയത്, ഉമ്മയ്ക്ക് കുടുംബം പുലർത്താൻ വേണ്ട സഹായം ഞാൻ ചെയ്തു കൊടുത്തു, അനുജന് പഠന ആവശ്യത്തിന് വേണ്ടിയുള്ള പണം വേണം, അപ്പോൾ അനുജൻ്റെ പഠന കാര്യങ്ങളെല്ലാം ഇവനിലൂടെയാണ് നിർവഹിക്കുന്നതെന്നൊരു ധ്വനി അതിനകത്തുണ്ട്. സ്വാഭാവികമായും പിതാവ് വിദേശത്താണെങ്കിൽ ഉമ്മ എത്ര ഇതൊക്കെ കൈകാര്യം ചെയ്യുമെങ്കിലും ഒരു ആൺകുട്ടിയിലൂടെ ആയിരിക്കും ബാക്കിയുള്ള പണമിടപാടുകളെല്ലാം നടത്തുന്നത്. അത് 100 രൂപയുടെ ആയാലും 1 ലക്ഷം രൂപയുടെ ആയാലും അങ്ങനെയാണ്. അപ്പോൾ സ്വാഭാവികമായും അഫാനായിരിക്കും ഈ പണ ഇടപാടുകളൊക്കെ നടത്തുന്ന ഒരാൾ. അപ്പോൾ ഉമ്മയാണ് കടം ചോദിക്കുന്നതെങ്കിലും ഈ പണമെല്ലാം ചെലവഴിക്കുന്ന ഇവനാണ്. പക്ഷേ ഇവൻ എന്ത് കാര്യത്തിനാലാണോ ഉമ്മുമ്മയെ കൊല്ലുന്നു, ഉമ്മുമ്മയെ കൊന്നിട്ട് അവരുടെ മാലയും എടുത്തിട്ട് പോകുന്നു, അത് പണയം വിൽക്കുകയോ ചെയ്യുന്നു, കുറേ പൈസ കയ്യിലുണ്ട്, അതിൽ കുറച്ച് പൈസ കടം വീട്ടാൻ ഉപയോഗിച്ചു എന്ന് പറയുന്നു. ഇതിനുശേഷം പിതാവിൻ്റെ സഹോദരനെയും ഭാര്യയും കൊല്ലുന്നു. ഇതിനുശേഷം വരുമ്പോൾ ഇനി അനുജൻ്റെ അടുത്തോ സഹോദരിയുടെ അടുത്തോ ആരുടെ അടുത്തിരുന്ന് പറയണമെന്ന് ഇവന് തോന്നാം. ഇവൻ അങ്ങനെയാണ് സഹോദരനെ കുഴിമന്തി മേടിക്കാനായിട്ട് വിട്ടത്. അപ്പോൾ അവൻ ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കട്ടെ എന്നായിരിക്കും ഒരു പക്ഷേ ചിന്തിച്ചത്. എന്നിട്ട് ഇവൻ കാമുകിയോട് കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ കാമുകി ഇവൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് ഇവൻ തിരിച്ചറിയുന്നത്, ശരിയാ, തനിക്കിനി ഒരിക്കലും പുറം ലോകത്ത് ജീവിക്കാൻ പറ്റില്ല, താൻ ഒരു കൊലപാതകിയാണ്. അപ്പോൾ പിന്നെ തൻ്റെ കാമുകി ഇനി എന്ത് ചെയ്യും? പെട്ടെന്ന് ആ കാമുകി ഇരുന്ന് സംസാരിക്കുക. അവർ തകർന്ന മനസ്സോടെ ഇരിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായി ഇവൻ ചുറ്റി ഉപയോഗിച്ച് അവരുടെ തലയ്ക്കടിക്കുകയാണ്. അപ്പോൾ ഈ തലയ്ക്കടിക്കുക എന്ന് പറയുമ്പോൾ അവരെ അത്രയും ശക്തിയിൽ ആഞ്ഞടിച്ചിട്ടും ഒരു ശബ്ദം പോലും പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ ആ അടി എത്ര ആസൂത്രണമാണ്, എവിടെയാണ് അടിക്കേണ്ടത്, എങ്ങനെയാണ് അടിക്കേണ്ടത് അവൻ അറിയാമായിരുന്നു. തുടർന്ന് ഒരടിയല്ല, അവരുടെ മുഖം വികൃതമാകുന്ന രീതിയിൽ അടിച്ച് നാശമാക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അവൻ കുളിച്ച് ഫ്രഷായിട്ടൊക്കെ നിൽക്കുന്നു. അനുജൻ വരുന്നു. അനുജൻ്റെ അടുത്ത് ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി ഭക്ഷണമൊക്കെ അവിടെ കൊടുക്കാനായിട്ട് പോകുമ്പോൾ ഇവൻ ഉമ്മയെ വിളിക്കുകയാണ്. അനുജൻ ഉമ്മയെ കാണുന്നില്ല. അപ്പോൾ അവനെ വിളിച്ചിട്ട് ഈ അഫാൻ പറയാണ്, എടാ ഞാൻ നമ്മുടെ ഉമ്മുമ്മയെ കൊല്ലുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മയെ കൊല്ലുന്നു, എൻ്റെ കാമുകിയെ കൊന്നു, നമ്മുടെ വല്യാപ്പായെയും അല്ലെങ്കിൽ ഈ പിന്നെ സഹോദരനെയും ഭാര്യയും കൊന്നു. ഇതൊക്കെ പറയുമ്പോൾ ഒരു സ്കൂൾ വിദ്യാർത്ഥിക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. അവൻ അത്രയും മെൻ്റലി വളർന്നിട്ടില്ല. അപ്പോൾ അവൻ ഉമ്മ മരിച്ചോ എന്നുള്ള ഷോക്കിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് അഫാൻ ചെയ്യുന്നത് ചുറ്റിയെടുത്ത് ഈ അനുജനെ അടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അടിക്കണമെങ്കിൽ അനുജനോട് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? അപ്പം ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയല്ല, മൃഗതുല്യനായ ഒരാൾക്ക് മാത്രമേ സ്വന്തം സഹോദരനെ അങ്ങനെ തല്ലാൻ പറ്റൂ, അല്ലെ കൊല്ലാൻ പറ്റുള്ളൂ. അങ്ങനെ മർദ്ദിച്ച ഈ അഫാന് സഹോദരനോട് സ്നേഹമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ പറയുക? ഇതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മാധ്യമങ്ങൾക്ക് ഇവന്റെ വീട്ടുകാർ കൊടുത്ത, അഫാന്റെ കുടുംബക്കാർ കൊടുത്ത ഒരു വിവരം പങ്കുവെക്കുന്നത് അവരിങ്ങനെയാണ്: ഈ പണമെല്ലാം ഇവൻ ചിലവഴിച്ചത് ഫർസാനയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ ഇത്രയും കടമുണ്ടായത് ഫർസാനയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇവൻ ഇതെല്ലാം ചെയ്തത് അവൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് എല്ലാം ആ പെൺകുട്ടിയുടെ തലയിൽ കൊണ്ട്, ഇപ്പം അവള് ജീവിച്ചിരിപ്പില്ലല്ലോ, നമുക്ക് അവളോട് ചോദിക്കാനും കഴിയില്ല. അപ്പോൾ ഇതെല്ലാം അവളെ തലയിൽ കൊണ്ട് വെച്ചിട്ട് ഇവനെ രക്ഷപ്പെടുത്താനുള്ള ഒരുക്കമാണോ ഈ കുടുംബക്കാർ? കാരണം കുടുംബക്കാരും ഇവനെക്കുറിച്ച് ഒരു മോശം വാക്ക് പറയുകയോ, നാട്ടുകാർ ഇതിലിടപെടുകയോ, മഹല്ല് കമ്മിറ്റി ഇതിലിടപെടുകയോ ഒരു തരത്തിലും, സാധാരണ ഒരു കൊലപാതകമൊക്കെ ചെയ്യുമ്പോൾ ആ നാട്ടുകാരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസം പറയും. പക്ഷെ ഇതെല്ലാവരും ഒരേ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. ഇവനെ പോലത്തെ നല്ലൊരാളിനെ അവരാരും കണ്ടിട്ട് പോലും ഇല്ല എന്ന്. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇവനെ സംരക്ഷിക്കുന്ന ഇവൻ്റെ വീട്ടുകാരും ബന്ധുക്കളും മാത്രമല്ല, ആ പ്രദേശത്തുള്ള ചില ആളുകളാണ്. അത് ഈ പറയുന്ന മഹല്ല് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 14 പേരിൽ നിന്ന് 65 ലക്ഷം രൂപ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കടം കൊടുത്ത ആളുകൾ ചോദിച്ച് ചെല്ലേണ്ട സമയം കഴിഞ്ഞില്ലേ? അല്ലെങ്കിൽ ഇന്ന ആൾക്കാരാണ് കടം കൊടുത്തതെന്ന് പറഞ്ഞിട്ട് അവർ മുന്നിലേക്ക് വരണം.
എന്നിട്ട് മീഡിയയുടെ മുമ്പ് പറയണം ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം കൊടുത്തിരുന്നു, അല്ലെ ഞാൻ 2 ലക്ഷം കൊടുത്തിരുന്നു, അവൻ പറഞ്ഞ ഡേറ്റുകളെല്ലാം തെറ്റിച്ചു. ഇതൊന്നും പറയാൻ ആരും വരുന്നില്ല. അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അവർ രംഗത്തേക്ക് വരരുതെന്ന് പറഞ്ഞിട്ട് തടയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതാണ് നേരത്തെ പോലീസിനൊരു സംശയം തോന്നിയത്. നിരോധിച്ച സംഘടനയുടെ സ്ലീപ്പർ സെല്ലുകൾ ഇപ്പോഴും ആ ഭാഗത്തുണ്ടോ? അത്തരത്തിലുള്ള സെല്ലുകളുമായിട്ട് അഫാൻ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ? പൊതുസമൂഹത്തിന് സംശയമുണ്ട്. കാരണം ഈ കൊലപാതകങ്ങളെല്ലാം തന്നെ ശാസ്ത്രീയമായ രീതിയിൽ നടത്തുന്നു. കൃത്യമായ പരിശീലനം ലഭിക്കുന്ന ഒരാൾ എങ്ങനെയാണോ മറ്റുള്ളവരെ തലക്കടിച്ചു കൊല്ലുന്നത്, ഓരോ അടിയും ഒരേ സ്ഥലത്ത് തന്നെയാണ്. അടിക്കുന്ന ആളുടെ വായിലെ പല്ല് വരെ തെറിച്ചു പോകുന്ന തരത്തിൽ അവൻ അടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് അടിക്കേണ്ടതെന്ന് ഒരാൾ പറഞ്ഞു കൊടുത്താലേ പറ്റുള്ളൂ. അപ്പം മാത്രമല്ല, ഒരു പരിശീലനം കൊടുക്കുന്ന ഒരു മനുഷ്യനെ കൊന്നു പരിചയം ഉണ്ടാവില്ല. അപ്പോൾ ഇവൻ എവിടെയൊക്കെയോ വാഴയെ കൊന്നോ അല്ലെ വാഴയെ വെട്ടിയോ അല്ലെങ്കിൽ തെങ്ങിനെ അടിച്ചോ ഒക്കെ ആയിരിക്കും പരിശീലിക്കുന്നത്. നായയൊക്കെ പണ്ട് അങ്ങനെ ചെയ്തില്ല എന്ന് പറയുന്ന പോലെ ഇവൻ ഈ പരിശീലനം കിട്ടിയത്, ഉപയോഗിക്കാൻ ഒരു മാർഗം കിട്ടിയത് ഇവൻ്റെ ഉമ്മയുടെ അടുത്താണ്. അപ്പോൾ ഇവൻ്റെ പിതാവിൻ്റെ സഹോദരൻ്റെ അടുത്താണ്, സഹോദരൻ്റെ ഭാര്യയുടെ അടുത്താണ്, കാമുകിയുടെ അടുത്താണ്. അപ്പോൾ ഇവൻ എത്ര മനുഷ്യത്വരഹിതമായി പെരുമാറുന്നു. ഇനി അടുത്തൊരു കാര്യം, ഈ കുട്ടിക്ക് അതായത് അനിയന് പഠനാവശ്യത്തിനുള്ള സാഹചര്യം ഒരുക്കുന്നത്, അല്ലെ അവന് സാമ്പത്തിക സഹായമൊക്കെ ഞാനാണ് നൽകുന്നതെന്നുള്ള രീതിയിൽ അവൻ പറയുന്നുണ്ട് അഫാൻ. അപ്പോൾ അഫാൻ ഈ പണം മേടിക്കുന്നത് ഉമ്മയുടെ വീട്ടു ചെലവുകൾ നടത്താനുള്ള ഒരു ഹെൽപ്പ് എന്ന നിലയിൽ, ഒപ്പം അഫാൻ്റെ പഠനത്തെ എന്ന് പറയുന്നത്. ഇപ്പോൾ പറയുന്നത് എന്താ, ഈ കാമുകിക്ക് വേണ്ടിയാണെന്ന്. അപ്പോൾ ഈ കാമുകിക്ക് വേണ്ടിയാണ് പണം മേടിക്കുന്നതെങ്കിൽ അവളുടെ മാല പണയം വെച്ച് ഇവൻ ഇത്രയും പണം സമ്പാദിക്കേണ്ട കാര്യമില്ലല്ലോ. മാത്രമല്ല, ഈ ചത്ത് കിടക്കുമ്പോഴും ഇവളുടെ കയ്യിൽ ഒരു ബ്രേസ്ലെറ്റോ മറ്റോ ഉണ്ടായിരുന്നു, അത് ഇവനെ ഊരിയെടുത്തിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ ഇവനൊരു ആഡംബര ജീവിതം നയിക്കുന്ന ആളാണ്, പുതിയ ബൈക്കുകളിൽ കറങ്ങുന്ന ആളാണ്, പുതിയ മൊബൈലുകൾ വാങ്ങുന്നതാണ്. ഇത്തരത്തിലുള്ള കുറേ തെറ്റുകൾ ഇവൻ്റെ ഭാഗത്തുണ്ട്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഇവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെങ്കിൽ മരിച്ചുപോയ ഒരാളുടെ തലയിലേക്ക് കുറേ കുറ്റങ്ങൾ ചാർത്തി വെച്ചാലോ എന്ന് പറയാം. ഇനി ഈ മരിച്ച പെൺകുട്ടിയുടെ പിതാവിനോ മാതാവിനോ ഇക്കാര്യം തുറന്നു പറയാൻ പറ്റില്ല. കാരണം അവരറിയാതല്ലേ ഈ പെൺകുട്ടി ഇവരെ വിശ്വസിച്ച് ഇവൻ്റെ വീട്ടിലേക്ക് ചെന്നത്. അപ്പോൾ അവർക്ക് എന്തും തുറന്നു പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ്. ഇതിനെ മുതലെടുക്കാൻ അഫാനെ രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘം ചില നമ്പറുകൾ പയറ്റുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അഫാൻ്റെ എല്ലാ പ്രശ്നവും അവൻ പാവാടാ, അവനൊരു പ്രശ്നമില്ലടാ എന്നൊക്കെ പറഞ്ഞൊരു വരുതി വരുത്തുകയും ഫർസാന എന്ന് പറയുന്ന പെൺകുട്ടി ഇവനെ വെച്ച് മുതലെടുക്കുകയുമായിരുന്നു എന്നുള്ള പുതിയൊരു നരേറ്റീവ് സൃഷ്ടിക്കുന്നു. സ്വാഭാവികമായും ഫർസാനയുടെ ബന്ധുക്കൾക്ക് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല. അപ്പം അഫ്സാനെ കൊന്നത് ഉൾപ്പെടെയുള്ള കുറ്റങ്ങളിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ കഴിയും. കാരണം പോലീസിലും അതുപോലെ തന്നെ ഈ ആശുപത്രി അധികൃതർക്ക് മുമ്പിലുമൊക്കെ ഇവൻ മൊഴികൾ മാറ്റി മാറ്റി പറയുന്നു. അപ്പോൾ തുടർച്ചയായി ഫർസാനയുടെ ബന്ധുക്കളെ നിശബ്ദരാക്കുകയും ഫർസാനയാണ് കുറ്റക്കാരിയെന്ന് ഈ അഫാൻ്റെ ബന്ധുക്കൾ പറയുകയും ചെയ്താൽ ഇവർ നാളെ മൊഴി മാറ്റി പറയാം, ശരിയാണ് അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം ചെയ്തത്, അവളുടെ ആഡംബര ജീവിതത്തിന് വേണ്ടി ഞാനിതെല്ലാം ചെയ്തു, എനിക്കിനി ഒന്നും പറ്റില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവശേഷിക്കുന്ന രീതിയിൽ ഇവർ പുറത്തു വരാം. ഇനി മറ്റൊരു കാര്യം, ഇവൻ ഡ്രഗ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ മനോനില തെറ്റിയ രീതിയിലോ പ്രവർത്തിച്ചാൽ ആ പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് പിന്നീട് ശിക്ഷാവിധി വരുമ്പോൾ കുറച്ച് ഇളവുകൾ ലഭിക്കും. അതായത് 5-6 മാസം കഴിഞ്ഞോ 5-6 വർഷം കഴിഞ്ഞാണ് ഇതിൻ്റെ തെളിവെടുപ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ വിധിയൊക്കെ വരുന്നതെങ്കിൽ ആ സമയത്ത് അവന് രക്ഷപ്പെടാനുള്ള ഒരു പഴുതുകൂടി മുന്നിൽ തുറന്നു വെക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ ഇവൻ രാത്രി കാലങ്ങളിൽ ആർക്കൊപ്പമാണോ ചുറ്റി സഞ്ചരിച്ചത്, ആർക്കൊപ്പമാണോ സമയം ചെലവഴിച്ചത്, ആ വ്യക്തി അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഇവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അരയും തലയും മുറുക്കി രംഗത്തേക്കെത്തി. അതുകൊണ്ടാണ് ഇവൻ്റെ പിതാവ് വന്നിട്ട് പറഞ്ഞു 10-15 ലക്ഷം രൂപയുടെ കടം മാത്രമേ ഉള്ളൂ, ഈ 50 ലക്ഷം രൂപയുടെ കടം എന്നുള്ളത് ശരിയല്ല, ഇതിന് പിന്നിൽ എന്തോ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ഈ പിതാവിൻ്റെ ഒരു പ്രസ്താവനയും പുറത്തേക്ക് വരില്ല. പിതാവും നിശബ്ദനായി തുടങ്ങുന്നു. നിശബ്ദനാക്കിയതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.